ഏപ്രിൽ 28 വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട്. ജനനം 1673 ജനുവരി 31. മരണം 1716 ഏപ്രിൽ 28. ലൂയിസ് മരിയ ഗ്രിഞ്ഞിയോൺ ഡി ലാ ബലേഷാഹായ് തൻ്റെ പേര് ഉപേക്ഷിച്ച് ജന്മനാടിൻ്റെ പേര് സ്വന്തമാക്കി. അദ്ദേഹം 1673 ജനുവരി 31 ഫ്രാൻസിലെ ബ്രിട്ടനിയിലെ കൊച്ചുപട്ടണമായ മോൺഫോർട്ട് ലാ കാനയിൽ ആണ് പിറന്നത്. 200 മൈൽ കാൽനടയായി യാത്ര ചെയ്ത് പാരീസിലുള്ള വിശുദ്ധ സുൾപ്പീസിൽ വൈദിക പഠനം പൂർത്തിയാക്കി. 1700 27-ാം വയസ്സിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. കാനഡയിലെ ഒരു മിഷണറി ആകുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ദാഹം. എന്നാൽ ഫ്രാൻസിൽ തന്നെ പ്രവർത്തിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടു. ജനങ്ങളെ പ്രബോധിപ്പിച്ചും പ്രസംഗിച്ചും ദരിദ്രരെ സഹായിച്ചും കുമ്പസാരിപ്പിച്ചും ധ്യാന പ്രസംഗങ്ങൾ നടത്തിയും സ്കൂളുകൾ ആരംഭിച്ചും പള്ളികൾ പണിതും രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം മുഴുവനും അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങൾ അത്ഭുതകരമായ ഫലമുളവാക്കി. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് കൊന്തകൊണ്ട് സ്പർശിക്കുന്ന ഒരു പാപിയും എതിർത്ത് നിന്നിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ മതാധ്യക്ഷന്മാരിൽ നിന്ന് വലിയ എതിർപ്പ് അഭിമുഖീകരിച്ചതുകൊണ്ട്, പ്രത്യേകിച്ച് പോയിറ്റിയേഴ്സിലെ മെത്രാൻ തൻ്റെ അതിരൂപതയിൽ പ്രസംഗിക്കാൻ പാടില്ലെന്ന് വിലക്കിയപ്പോൾ അദ്ദേഹം റോമിലേക്ക് പോകുവാൻ നിശ്ചയിച്ചു. താൻ ദൈവത്തിൻ്റെ ഹിതമാണ് നിർവഹിക്കുന്നതെങ്കിൽ പഴയതുപോലെ തുടരുന്നതിനുള്ള പരിശുദ്ധ പിതാവിൻ്റെ അനുവാദത്തിനായി അദ്ദേഹം റോമിലേക്ക് നടന്നു. 1000 മൈൽ. 11-ാം ക്ലമൻ്റ് പാപ്പായുടെ മുമ്പിൽ തൻ്റെ പ്രശ്നം അവതരിപ്പിച്ചു. യാത്ര ചെയ്തുകൊണ്ടുള്ള തൻ്റെ മിഷണറി പ്രവർത്തനം തുടരുവാൻ പിതാവ് അനുമതി നൽകി. മാത്രമല്ല, അദ്ദേഹത്തിന് മിഷണറി അപ്പസ്തോലിക്ക എന്ന പേര് നൽകുകയും ചെയ്തു. രൂപതയുടെ അധികാരികൾക്ക് വിധേയമായിട്ടേ പ്രവർത്തിക്കാവൂ എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ജാൻസനിസം എന്ന പാഷണ്ഡത പ്രചരിപ്പിക്കുന്നവരുടെ എതിർപ്പിനെ നേരിടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അന്ന് ആ പാഷണ്ഡത ഫ്രാൻസിൽ വളരെ സജീവമായിരുന്നു താനും. ആദ്യ പാപത്താൽ ബുദ്ധി ഇരുണ്ടതും മനസ്സ് ദുർബലവുമായി തീർന്നു. എങ്കിലും മനുഷ്യ സ്വഭാവം സത്താപരമായി നല്ലതാണെന്ന സഭാപഠനത്തിന് വിരുദ്ധമായി കാർക്കശ്യത്തിൻ്റെയും ധാർമ്മിക പിരിമുറുക്കത്തിൻ്റെയും അന്തരീക്ഷം പരത്തിക്കൊണ്ട് മനുഷ്യപ്രകൃതി സത്താപരമായി ദുഷിച്ചതാണെന്ന് അവർ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ കരുണയെ ജാൻസനിസക്കാർ നിരാകരിച്ചു. വളരെയധികം ഒതുങ്ങിയേ കുമ്പസാരിക്കാവൂ, വിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ, അതും വല്ലപ്പോഴുമൊക്കെ എന്ന് അവർ ശഠിച്ചു. വിശുദ്ധ കുർബാന സ്വീകരണത്തെ ഒരു പ്രതിവിധിയായിട്ടല്ല, പ്രതിഫലമായിട്ടാണ് അവർ ചിത്രീകരിച്ചത്. ദൈവത്തെ ഭയത്തോടും വിറയലോടും കൂടി മാത്രമേ സംബോധന ചെയ്യാവൂ എന്നും പഠിപ്പിച്ചു. കാൽവിനിസത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു ഇവരുടെ ചിന്താഗതികൾ. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന് മുമ്പ് സഭ 2 പ്രാവശ്യം അതിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഏതാണ്ട് 1 നൂറ്റാണ്ടുകാലം അവരുടെ സിദ്ധാന്തങ്ങൾ പ്രചരിച്ചുകൊണ്ടിരുന്നു. ഇവർക്കെതിരായി വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് മറിയത്തിലുള്ള വിശ്വാസവും അവളുടെ തിരുക്കുമാരനോടുള്ള ഐക്യവും പ്രസംഗ വിഷയമാക്കി. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് 2 സഭകൾ സ്ഥാപിച്ചു. ഒന്ന്, 1703 ഡോട്ടേഴ്സ് ഓഫ് വിസ്ഡം എന്ന സന്യാസിനി സഭ. പോയിറ്റിയേഴ്സിലെ ഒരു ആശുപത്രിയിൽ ചാപ്ലെയിൻ ആയിരുന്നപ്പോൾ ദരിദ്രരും കഷ്ടത അനുഭവിക്കുന്നവരുമായ പെൺകുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏതാനും പേരായിരുന്നു അതിൻ്റെ ആദ്യ അംഗങ്ങൾ. 2, മിഷണറീസ് ഓഫ് ദ കമ്പനി ഓഫ് മേരി എന്ന സന്യാസ സഭ, മോൺഫോർട്ട് വൈദികരും സഹോദരരും. കൂടാതെ 1715 രൂപം കൊണ്ട ദ ബ്രദേഴ്സ് ഓഫ് സെയിൻറ്റ് ഗബ്രിയേൽ എന്ന സഭയും വിശുദ്ധ ലൂയിസിനെ തങ്ങളുടെ ആധ്യാത്മിക പിതാവായി അവകാശപ്പെടുന്നു. അവർ വിദ്യാഭ്യാസ രംഗത്താണ് പ്രവർത്തിക്കുക. അദ്ദേഹം ഒട്ടേറെ പ്രബന്ധങ്ങൾ രചിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനമായവ ട്രൂ ഡിവോഷൻ ടു മേരി, സീക്രട്ട് ഓഫ് ദ റോസറി, സീക്രട്ട് ഓഫ് മേരി ഇവയാണ്. ഫ്രാൻസ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് നൽകിയ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് ഇവ. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പിശാചിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ മറിയത്തെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു. ട്രൂ ഡിവോഷൻ ഓഫ് മേരിയിൽ അദ്ദേഹം പറയുന്നു, മാലാഖമാരേക്കാളും മനുഷ്യരെക്കാളും അധികമായി മറിയത്തെ പിശാച് ഭയപ്പെടുന്നു, ഒരർത്ഥത്തിൽ ദൈവത്തേക്കാൾ അധികമായി പോലും എന്ന്. ലൂയിസ് ഡി മോൺഫോർട്ടിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടത്തിയ അന്വേഷണങ്ങളിൽ
അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പിശാചുമായുള്ള സംഘടന സമയത്ത് മുഷ്ടി ചുരുട്ടിയുള്ള ഇടികളുടെയും ചാട്ടവാറടികളുടെയും ശബ്ദം പലപ്പോഴും കേട്ടിട്ടുള്ളതായി പലരും സാക്ഷ്യപ്പെടുത്തി. വിശുദ്ധൻ തൻ്റെ കർമ്മശേഷി മുഴുവനും കലവറ കൂടാതെ പ്രേഷിത വൃത്തിക്ക് വ്യയം ചെയ്തു. 43-ാം വയസ്സിൽ വിശുദ്ധ ലൊഹേൻസു സോവയിൽ വെച്ച് തൻ്റെ മരണക്കിടക്കയിൽ ക്രൂശിത രൂപവും മാതാവിൻ്റെ തിരുസ്വരൂപവും ചുംബിച്ചുകൊണ്ട് പിശാചിനോട് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു: നീ എന്നെ ആക്രമിക്കുന്നത് വൃഥാവിലാകുന്നു. ഞാൻ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും മധ്യയാണ്. എൻ്റെ ദൗത്യം പൂർത്തിയാക്കി, എല്ലാം പൂർത്തിയായി. ഇനി ഞാൻ ഒരിക്കലും പാപം ചെയ്യില്ല. അങ്ങനെ 1716 ഏപ്രിൽ 28-ന് അദ്ദേഹം സമാധാനപൂർവ്വം ദിവംഗതനായി. സ്വർഗത്തിൽ താൻ ജനിച്ച ദിവസമായ ഏപ്രിൽ 28 അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദിനം. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ എല്ലാ കൃതികളും പരിശുദ്ധ സിംഹാസനം പരിശോധിച്ചു. 1947 അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. വചനം ഹഗ്ഗായി 1-6-7 വാക്യങ്ങൾ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ച് മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിരുമാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. വിചിന്തനം: എത്ര അധ്വാനിച്ചിട്ടും ഒരു പുരോഗതിയും ലഭിക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർ സ്വയം ദൈവം പറഞ്ഞ പ്രകാരം ഒന്ന് ചിന്തിക്കുക. നമ്മുടെ അധ്വാനത്തിൻ്റെ പ്രധാന പങ്ക് നഷ്ടമാകുന്നത് എവിടെയാണ്? ആത്മീയവും ഭൗതികവുമായ മേഖലകളെ താരതമ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു തലത്തിൽ കുറവ് അനുഭവപ്പെടുന്നുവെങ്കിൽ ഓർമ്മിക്കുക, ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത നല്ല മനുഷ്യരാണ് നാം ഓരോരുത്തരും. അതിനെ തടസ്സപ്പെടുത്തുന്ന മേഖലയെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ടിനെ പോലെ ജപമാലയിലും വചനത്തിലും ആശ്രയിക്കുക, അവയെ തകർക്കുക, വിജയം നേടുക.